ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഒരു മീനച്ചാർ ഇടാൻ നോക്കാം. അതിനായിട്ട് 1.5 കിലോളം വരുന്നൊരു ചൂരമീനാണ് എടുത്തേക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി മീൻ ചെറിയ പീസുകളെ കട്ട് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം ഫ്രൈ പാൻ എടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോ കഷ്ണങ്ങളായിട്ട് മീൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 വട്ടമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ മസാലയെല്ലാം മീനിൽ നല്ലതുപോലെ പിടിക്കും. ഒരു 4-5 മിനിറ്റ് ശേഷം മീൻ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡും നല്ലതുപോലെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോഴത്തേ നമ്മുടെ മീൻ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച എണ്ണ നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായിട്ടൊരു ചീനച്ചട്ടിലേക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് എണ്ണ ചൂടാൻ ശേഷം 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1 കപ്പ് ഇഞ്ചി, 1 കപ്പ് വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് നമ്മുടെ എണ്ണയിലേക്കൊന്ന് പിടിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്നത് വീഡിയോയ്ക്കകത്ത് ആഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ എടുത്തത് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴത്തെ അച്ചാർ എന്ന് പറയുമ്പോൾ ചെറിയ പീസുകളായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത്രയായപ്പോൾ തന്നെ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വിനാഗിരിയുടെ പുളി ഒന്ന് അഡ്ജസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ശേഷം കുറച്ച് നേരം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചേട്ടനകത്തോണ്ട് നമുക്കതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുള്ളിക്കാരൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ചൂരമീൻ്റെ അച്ചാർ. അപ്പോൾ ഒരുപാട് നാളെ ഇവിടെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഇത് ചെയ്ത് വെച്ച് ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച് ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. പുള്ളിക്കാരന് ഇത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ട് കഴിക്കണമെന്നുള്ളവർ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.